എബ്രായ ലേഖനം 12-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വചനം വളരെ പ്രധാനപ്പെട്ട. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയി. എൻ്റെ മകനെ ശ്രദ്ധിക്കണേ, എൻ്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവനെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അടിയാർക്കട്ട മക്കൾക്കെട്ടാണ് അടി കിട്ടുന്നത്. ഒറിജിനലാണെങ്കിൽ കൂടുതൽ അടി കിട്ടും. അവനെ അഭിഷേകത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഭയങ്കര അടി കൊടുക്കും. പൗലോസ്ലീഹയെ കുതിരപ്പുറത്ത് കർത്താവ് താഴെയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത നിമിഷം ഈ അനനിയാസിനോട് പറയുന്നുണ്ട്, അവനെ പോയി കണ്ട് അവനോട് പ്രാർത്ഥിച്ച് അവനെ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അപ്പോൾ അനനിയാസ് പറഞ്ഞു, ഇവൻ സഭയെ പീഡിപ്പിച്ചവനാണെന്ന് കർത്താവിനോട് പറയുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അടുത്ത് ശ്രദ്ധിക്കണം. എന്നിട്ട് പറയണം, എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഒറ്റവാക്കി പറഞ്ഞ എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം തല്ല് മേടിക്കേണ്ടി വരുമെന്ന് പ്രസലോഷ് ഞാൻ വെച്ച കഴിപ്പിച്ച് കാണിച്ചു കൊടുത്തോളാം. പ്രസലോഷ് അഭിഷേകം കൊടുത്തിട്ട് പിന്നെ തല്ലോടുതല്ല. പ്രസലോഷ് ഓടിച്ചിട്ട് തല്ല, കല്ല് വെറുക്കറി. ഇവനെ വിശുദ്ധനാക്കാൻ വേണ്ടി അതാണ് വചനം വരുമ്പോൾ സഹനം വരും. പ്രസലോഷ് പലർക്കത് അറിയത്തില്ല. കർത്താവിന് സ്വന്തമാകുന്നവർ കിട്ടുന്നതാണ് ഈ സഹനം. പ്രസലോഷ് ആ കൃപയാണ്, അവരെ വളർത്തുന്നതിന്റെ ഭാഗമാണത്. സഹനത്തിൽ പോകുന്ന പൗലോസ് പറയുന്ന വാക്കുണ്ടല്ലോ, അതാണല്ലോ ഫിലിപ്പിയ ലേഖനം 4:4, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ സന്തോഷിച്ചു. ഹല്ലേലൂയ. ആദ്യം സന്തോഷിക്കാൻ പറ്റുന്നത്, പിന്നെ സന്തോഷിക്കുകയാണ് വേണം. കർത്താവ് നന്ദി പറയുക. കർത്താവ് നീ എന്നെ വിശുദ്ധീകരിച്ച് നിന്റെ സ്വന്തമാക്കുന്നതിന് നന്ദി പറയും. ശ്രവണത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ശ്രവണത്തിൽ ഹല്ലേലൂയ. എന്താ സന്തോഷിക്കുന്നത്? ഈ ഭൂമിയിലുള്ള ആർക്കും എന്നെ ഇനി വേണ്ടല്ലോ. അപ്പൊ എന്നെ ആർക്ക് വേണം? കർത്താവിന് മതി. ശ്രവണത്തിൽ ഹല്ലേലൂയ. നിന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ എനിക്ക് ആരുടെ പുറകെ പോകാം? കർത്താവിന്റെ പുറകെ പോകാം. നമ്മൾ ലോകത്തെ ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഉപേക്ഷിക്കാത്തപ്പം തമ്പുരാൻ പറയാം, തിരിച്ചു ചെയ്താക്കാൻ പറയും. നമ്മളാണ് ശരിക്കും ആരെ ഉപേക്ഷിക്കേണ്ടത്? ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളോട് പല പ്രാവശ്യം കർത്താവ് മര്യാദയ്ക്ക് പറഞ്ഞു, നീ ലോകവും ലോകത്തിന്റെ സുഖങ്ങളും ഉപേക്ഷിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കുക. എന്നാൽ പിന്നെ കർത്താവ് തിരിച്ചു പിടിക്കും. അവനോട് പറയും ഇവനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാൻ പറയും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേലാത്തൊരു ഒരു വേലിക്കെട്ടിനകത്ത് കർത്താവും കിട്ടും. വേലിക്കെട്ടിലിട്ടിട്ട് കർത്താവ് അടി തുടങ്ങും. പ്രസലോഷ് ശുദ്ധീകരിക്കും. അനങ്ങിയാൽ അടിയാം. പ്രസലോഷ് പ്രാർത്ഥിച്ചാൽ ഇരട്ടി അടി. പ്രസലോഷ് സ്തുതിച്ചാൽ അനക്കല്ലും അടി. ധ്യാനിക്കാൻ പോയാൽ അനക്കല്ലും അടി. ഇതെന്തിനാ കർത്താവ് ഇങ്ങനെ? കൃപയിൽ വളർത്തുന്നതിന്റെ ഭാഗം. എന്നിട്ട് പറഞ്ഞു, നീ വചനം കേൾക്കുക, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. പ്രസലോഷ് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയൊരു വഴിയുണ്ടല്ലോ, ആട്ടിയുടെ പെരുന്നാളാണ്. പ്രസലോഷ് പക്ഷെ അവരെ ഉപേക്ഷിക്കുന്നില്ല. ഇത്ര അടിയടിച്ചാലും ദൈവം അവരെ ഉപേക്ഷിക്കത്തില്ല. പ്രസലോഷ് നമ്മൾ ഭാഗ്യമുള്ളവരാണ്, കർത്താവിനെ അറിഞ്ഞവരാണ്, അനുഭവിക്കാൻ പറ്റും. ഏറ്റവും വലിയ സന്തോഷമാണ് യേശുവിനെ സ്വന്തമാക്കുന്ന സന്തോഷം.